യൂട്യൂബിൽ ചില വ്യക്തികൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെക്കുറിച്ച് തെറ്റായ പരാമർശങ്ങൾ നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ഞാൻ 1-2 പേരെയാണ്, മലയാളികളാണ്, അവരാണ് അത്തരത്തിലുള്ള സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്. വളരെ ആർഭാടമായ രീതിയിൽ വസ്ത്രധാരണം നടത്തി ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന രൂപത്തിലാണ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ കാര്യങ്ങളല്ല, ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ് എന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ജനങ്ങൾക്കിടയിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് അവർ ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ്, ട്രാൻസ് വുമൺസ് എന്താണ് എന്നൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. സർജറിയിൽ കൂടെ ഉണ്ടാകുന്നതോ സാരി ചുറ്റിയാൽ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാണപ്പെടുന്നതോ അല്ല. അവർ ജന്മനാൽ ട്രാൻസ് വുമൺസ് തന്നെയാണ്. ജനിക്കുമ്പോഴേ അവർ ട്രാൻസ് വുമൺസ് തന്നെയാണ്. അതിന് ഒരു സർജറിയുടെ ആവശ്യമില്ല. സർജറിയുടെ ആവശ്യമില്ല, സാരി ചുറ്റേണ്ടതിൻ്റെ ആവശ്യമില്ല, ചുരിദാർ ഇടേണ്ടതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ടതായ രീതിയിൽ വസ്ത്രം ധരിക്കാനും അതുപോലെ സർജറി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുമുള്ള അവകാശവും അധികാരവുമുണ്ട്. പക്ഷേ ഈ 1-2 ട്രാൻസ് വുമൺസ്, 1-2 എന്ന് പറഞ്ഞാൽ പോരാ, ഒട്ടനവധി പേരുണ്ടാവാം ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിലുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്നവർ, തികച്ചും തെറ്റായ രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നവർ. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാലോ ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാലോ ജനിക്കുമ്പോൾ തന്നെ അവർ അതേ രീതിയിൽ തന്നെ ജനിക്കുന്നവരാണ്, അല്ലാതെ ഒരു സർജറിയിൽ കൂടെ മാറുന്നവരല്ല. സർജറി ട്രാൻസ്ജെൻഡേഴ്സിന് നിർബന്ധമല്ല. ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം എന്നല്ലാതെ ഇത് നിർബന്ധമായ ഒരു വിഷയമല്ല. പിന്നെ ഏതോ ഒരു ട്രാൻസ് വുമൺ വിദേശത്ത് താമസിക്കുന്നുണ്ട്. അവർ പറയുന്നു ആ നാട്ടിലെ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നില്ല, LGBT സമൂഹം എന്ന് പറയുന്ന ഒന്നില്ല എന്ന്. LGBT സമൂഹം ലോകത്തെല്ലായിടത്തും മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്ന ഒരു വസ്തുത തന്നെയാണ്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുള്ളത്, പ്രിയ സുഹൃത്തുക്കളെ, ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയിട്ട്, പരാമർശങ്ങൾ നടത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തി വയ്ക്കരുത്. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ നിൽക്കരുത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇവിടെ LGBTIQ+ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾക്ക് തിരിച്ചറിയാത്തത് നിങ്ങളുടെ അവിവേകം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വേണ്ടാത്ത പരാമർശങ്ങൾ നടത്തിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും പെരുമാറരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. എല്ലാവരും ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മടിക്കരുത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും എൻ്റെ സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.